മലപ്പുറം നിലമ്പൂരിൽ രാത്രിയുടെ മറവിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു. കഴിഞ്ഞ രാത്രി നിലമ്പൂർ വെളിയന്തോട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടന്നു. പണം കിട്ടാത്ത നിരാശയിൽ ജീൻസും ഷർട്ടും എടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു. ഇന്നലെ രാത്രിയിൽ മുഖം മറച്ചാണ് മോഷ്ടാവ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെത്തിയത്. കടയുടെ ഡോറിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്തു കയറിയത്. പൂട്ട് പൊളിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണാം. ഇടയ്ക്കിടെ മോഷ്ടാവ് CCTVയിലേക്ക് നോക്കി തന്റെ മുഖം കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. കട മുഴുവൻ അരിച്ചു പെറുക്കിയ ശേഷം പണമില്ലെന്ന് ബോധ്യമായതോടെ ജീൻസും ഷർട്ടും എടുത്ത് നിരാശയോടെ മടങ്ങുന്ന ദൃശ്യങ്ങളും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കടയിൽ 20 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് കടയുടമ റഫീഖ് പറഞ്ഞു. 3:28 വന്നിട്ട് ഒരു 3:52 വരെ ഏകദേശം 24 മിനിറ്റ് എടുത്തിരുന്ന് ഒരു ഇരുമ്പ് വടി കൊണ്ട് ഡോറ് ലോക്ക് തുറക്കാൻ ശ്രമിക്കുക. മുടന്തിയിട്ടാണ് തുറന്നത്. മുടന്തി ഏതായാലും ഭാഗത്തും ഗ്ലാസ് പൊട്ടിയിട്ടില്ല. മുടന്തി ഉള്ളിലേക്ക് കയറിയിട്ട് ഫുള്ള് സെർച്ചിങ് എഴുതി. പൈസക്ക് വേണ്ടി വന്നതായിരിക്കും. പൈസ നമ്മൾ കടയിൽ വെക്കാറില്ല. നമുക്ക് കിട്ടുന്ന പൈസ അപ്പോൾ കളക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് പൈസ ചെറിയ പൈസ ബാലൻസ് ഉണ്ടാവുള്ളൂ. ആ പൈസ കൊണ്ട് പിന്നെ ഞാനാണ് പോവുകയും ചെയ്യും. പിന്നെ കട ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്തു പോയി. റഫീഖ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വെളിയന്തോട് ഭാഗത്തെ കടയിലും പൂട്ടുപൊളിച്ച് മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് നിലമ്പൂരിൽ ബേക്കറിയുടെയും ദന്താശുപത്രിയുടെയും പൂട്ടുപൊളിച്ച് മോഷ്ടാവ് പണം കവർന്നിരുന്നു. ഇതുവരെ പിടികൂടാനായിട്ടില്ല. 24 മലപ്പുറം.